യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ച പടകിൽ വലിയ ചുഴലിക്കാറ്റുണ്ടായത് നിമിത്തം പടകിൽ തിര തള്ളിക്കയറി അത് മുങ്ങുമാറായ നിമിഷം. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് പറഞ്ഞതത്രേ, പീസ് ബി സ്റ്റിൽ, അനങ്ങാതിരിക്കുക, അടങ്ങുക. യേശു കർത്താവിൻ്റെ ആ ഒരു വാക്കിൽ കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സും വളരെ പ്രക്ഷുബ്ധമാകാറുണ്ട്. ഇതോടെയെല്ലാം അവസാനിച്ചു, ഇനിയൊരു രക്ഷയുമില്ല എന്ന് നാം പ്രതികൂല സാഹചര്യങ്ങളുടെ തീവ്രത നിമിത്തം പറയാറുണ്ട്. യേശു ശിഷ്യന്മാരുടെ പടകിൽ ഉണ്ടായിരുന്നെങ്കിലും കാറ്റ് കണ്ട് ശിഷ്യന്മാർ ഭയന്നതുപോലെ നമ്മുടെയും ജീവിതമാം പടകിൽ യേശു ഉണ്ടെങ്കിലും നാമും പലതും കണ്ട് ഭയപ്പെടാറുണ്ട്. പ്രതീക്ഷകളൊക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ട് നാശത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആ നിർണായകമായ നിമിഷത്തിൽ നമ്മുടെ മാനസികാവസ്ഥയുടെ നില വളരെ ശോചനീയമായിരിക്കും. ആ ഒരു സംഘർഷാവസ്ഥയിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ നമുക്കും നമ്മുടെ മനസ്സിനോട് ആജ്ഞാപിക്കുവാൻ കഴിയുന്ന ഒരു വാക്കത്രേ, പീസ് ബി സ്റ്റിൽ, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്നത്. നമ്മുടെ നാവിന്മേൽ മരണത്തിൻ്റെയും ജീവൻ്റെയും അധികാരം ഇരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. നാം നാശത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമാണ് സംസാരിക്കുന്നതെങ്കിൽ അത് നമ്മിൽ സംഭവിക്കാം. അല്ല, നാം വിടുതലിനെക്കുറിച്ചും വാഗ്ദത്തത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും ജീവൻ്റെ ദാതാവിനെക്കുറിച്ചുമാണ് സംസാരിക്കുന്നതെങ്കിൽ ദൈവപ്രവൃത്തിയായിരിക്കും നാം കാണുക. നാം എത്ര തന്നെ ശാരീരികമായി ആരോഗ്യമുള്ളവരായിരുന്നാലും, എത്ര തന്നെ അറിവും സാമ്പത്തിക സ്രോതസ്സുള്ളവരായിരുന്നാലും, എത്ര തന്നെ കുടുംബ പശ്ചാത്തലവും ആത്മീയ പരിചയമുള്ളവരായിരുന്നാലും, മനസ്സിൻ്റെ സമനില തെറ്റിയാൽ ജീവിതം താളടിയാകും. ഇങ്ങനെയുള്ള മാനസികാസ്വാസ്ഥ്യങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം നമുക്ക് തന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനസ്സിനോട് തന്നെ നമുക്ക് കൽപ്പിക്കുവാൻ കഴിയും, മനസ്സേ നീ അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന്. നാം അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നതെങ്കിൽ എത്ര തന്നെ പ്രക്ഷുബ്ധമായ മനസ്സും ശാന്തമാകുവാൻ അധികം സമയം വേണ്ട. നമ്മുടെ മനസ്സ് ശാന്തമായാൽ നമ്മുടെ യാത്ര സുഗമമായിരിക്കും. കാറ്റ് ജീവിതത്തിന് നേരെ പ്രതികൂലമായി അടിക്കുന്നുണ്ടാകാം, എങ്കിൽ തന്നെയും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക. അതിനായി നാം നമ്മുടെ നാവ് കൊണ്ട് തന്നെ ആജ്ഞാപിക്കേണ്ട ഒരു വാക്കത്രേ, പീസ് ബി സ്റ്റിൽ, അനങ്ങാതിരിക്കുക, അടങ്ങുക. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.